ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു പുതിയൊരു ചാനലും കൂടെ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പേര് ഹൈ റേഞ്ച് ഡയറീസ് എന്നാണ്. അതിൽ കുക്കിംഗ് ഒക്കെയാണ് ഞാൻ ഉൾപ്പെടുത്തുന്നത് കേട്ടോ. എനിക്ക് ഇതിന് മുന്നേ ഒരു ചാനലുണ്ടായിരുന്നു, ജെ ക്രിയേഷൻ. അതിൽ ഞാൻ ക്രാഫ്റ്റ് വർക്കാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇത് ഞാൻ ഒരു കുക്കിങ്ങിൻ്റെ ഒരു ചാനൽ തുടങ്ങാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് തുടങ്ങിയിരിക്കുന്നത്. അതിന് നിങ്ങളുടെ പ്രോത്സാഹനം എല്ലാം വേണം കേട്ടോ. നിങ്ങളെല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ആദ്യം ഞാൻ രാവിലത്തേക്കുള്ള ഭക്ഷണമാണ് ഞാൻ ഉണ്ടാക്കുന്നത് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം ചോറ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ആ ചോറ് ഞാനൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത് രാവിലത്തേക്കുള്ള ഭക്ഷണത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് കഴുകി നമുക്കൊന്ന് ഇങ്ങനെ ഒന്ന് കഴുകി വാരി ഒന്ന് എടുക്കാം. ഇച്ചിരി വെള്ളം ഒഴിച്ച് കഴുകി എടുക്കാം കേട്ടോ. ഇങ്ങനെ ഒന്ന് കഴുകി എടുക്കാം. ഇത് അരച്ച് നമുക്കൊരു ദോശ ഉണ്ടാക്കണം. ഇന്ന് ദോശയും ചമ്മന്തിയും ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതേപോലെ കുറച്ച് ചോറേ ഉള്ളൂ. ആ ചോറൊന്ന് കഴുകി എടുത്തുകൊണ്ട് വരട്ടെ കേട്ടോ. കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് ഞാൻ നന്നായിട്ട് പിഴിഞ്ഞ് ഈ മിക്സിയുടെ ബൗളിലേക്ക് ഇട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം കേട്ടോ. വെള്ളം ഇല്ലാതെ വേണം ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ചോറ് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിപ്പോൾ ഇങ്ങനെ ബാക്കി വരുന്ന ചോറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ അരച്ചെടുത്ത് നമുക്ക് ദോശ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ 4 മണിക്കൊക്കെ പലഹാരങ്ങൾ ഒന്നും 4 മണിക്കൊക്കെ പിള്ളേർ സ്കൂളിൽ വിട്ട് വരുമ്പോൾ ഒന്നും ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അല്പം ചോറുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ അരച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. കുറച്ച് ചോറ് കുറേശ്ശെ ഇട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ. അതിലേക്ക് ഞാൻ ചേർത്തിരിക്കുന്ന കുറച്ച് ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങായും എടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഞാൻ ഇതിലേക്ക് അരയ്ക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് അരക്കട്ടെ കേട്ടോ. ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ആക്കിയെടുക്കാം. ഒരു പാത്രത്തിലേക്ക് നമുക്കൊന്ന് ആക്കിയെടുക്കാം. ഇങ്ങനെ പാത്രത്തിലേക്ക് എടുക്കുക. അതിനുശേഷം ഞാൻ ഇതിലേക്ക് അല്പം റവയും കൂടെ ചേർത്തൊന്ന് ഇളക്കി വെക്കുന്നുണ്ട്. ഇങ്ങനെ ഈ അരച്ച് വെച്ചേക്കുന്നതിൻ്റെ അകത്തേക്ക് ഈ ചോറും ഇതും കൂടെ അരച്ച് വെച്ചതിൻ്റെ അകത്തേക്ക് കുറച്ച് റവയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് റവയൊന്ന് ചേർക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് റവയും കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം ഇതൊന്ന് ഇളക്കി ഒരു 5-10 മിനിറ്റ് നേരം ഒന്ന് വെച്ച് കൊടുക്കുക. റവയൊന്ന് കുതിർന്ന് വരുന്നിടം വരെ ഒന്ന് വെച്ച് കൊടുക്കുക. കുറച്ച് റവ മതി കേട്ടോ. അതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക. ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കാം കേട്ടോ. അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ നീണ്ട് കിട്ടുന്നിടം വരെ എത്ര നമുക്ക് ദോശയ്ക്ക് മാവ് കുഴച്ച് വെക്കുമല്ലോ, ആ പരുവത്തിന് നമുക്കിതൊന്ന് ഇളക്കി ഒരു കുറച്ച് നേരം റവ ഒന്ന് കുതിരുന്നിടം വരെ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇതാ റവ ഇട്ട് നമ്മൾ കലക്കി വെച്ചപ്പോൾ ഇതാ ഈ പരുവത്തിൽ നമുക്ക് കിട്ടി. നമ്മൾ ഇങ്ങനെ ഇരിക്കണം കേട്ടോ, ഒത്തിരി നീട്ടരുത്. ഈ പരുവത്തിൽ നമ്മൾ ഇഡലിക്കൊക്കെ കോരി ഒഴിക്കുന്ന പരുവം ഇച്ചിരി കൂടെ കുറുകിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതുപോലെ നമ്മളിങ്ങനെ കലക്കി എടുത്ത് വയ്ക്കുക. ഒരു 10 മിനിറ്റ് നമുക്കിതിങ്ങനെ ഇരിക്കണം. അതിന് ശേഷം നമുക്ക് തീ കത്തിച്ചിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാം. കത്തിച്ച് കൊടുത്തിട്ട് അല്പം എണ്ണ തൂക്കുക. ഞാൻ നല്ലെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ ഇത് ഓയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഓയിലാണ് ഞാൻ ചുടുന്നത് കേട്ടോ ദോശ. വെളിച്ചെണ്ണ എടുക്കരുത് കേട്ടോ. എന്നിട്ട് നമുക്കിതിങ്ങനെ കോരി ഒഴിച്ച് നമുക്കൊന്ന് ചുട്ടെടുക്കാം. ഇത് ഒത്തിരി പരത്തണ്ട കേട്ടോ. ഇതിങ്ങനെ തന്നെ പരന്നോളും. ഒത്തിരി പരത്തണ്ട. തീ കത്തിച്ച് ചൂടായതിന് ശേഷം നമുക്കിതിങ്ങനെ കോരി ഒഴിച്ച് നമുക്ക് ചുട്ടെടുക്കാം. ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മറിച്ചിടാം. അല്ല, ഇതേപോലെ ചെറു തീയിൽ നമ്മൾ തീ കുറച്ച് വേണം കേട്ടോ ഉണ്ടാക്കാനായിട്ട്. മറ്റുള്ളതുപോലെ തീ കൂട്ടി വെക്കരുത്. തീ കുറച്ച് നമുക്ക് ഇതേപോലെ മുരിച്ചെടുക്കാം. ഇതേപോലെ ദോശകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വളരെ പെട്ടെന്ന്. ഇപ്പോൾ 4 മണിക്കൊക്കെ നമുക്ക് വേറെ പലഹാരങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇച്ചിരി ചോറുണ്ടെന്നുണ്ടെങ്കിൽ റവയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ അരച്ച് ഒരു 10 മിനിറ്റ് നേരം റവയൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി. അങ്ങനെയൊന്ന് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ദോശ ഉണ്ടാക്കിയെടുക്കാം. ദോശയും ചമ്മന്തിയൊക്കെ നല്ല ഇതല്ലേ, നല്ലതായിട്ട് നമുക്ക് വൈകുന്നേരങ്ങളിൽ 4 മണിക്കോ അല്ലെങ്കിൽ വൈകുന്നേരം രാത്രിയിലോ രാവിലെയോ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുത്ത് കഴിക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഇതിൻ്റെ കൂടെ കറിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഉള്ളിയൊക്കെ വെച്ച് അരച്ചേക്കുന്നതുകൊണ്ട് കറിയൊന്നും വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനിതിലേക്ക് അല്പം ചമ്മന്തി ഒഴിക്കുകയാണ്. തേങ്ങാ ചമ്മന്തിയാണ് കേട്ടോ. തേങ്ങാ ചമ്മന്തി ഇതേപോലെ ഒഴിച്ച് നമുക്ക് ഇതേപോലെ കഴിക്കാം.
തേങ്ങാ ചമ്മന്തി അല്ലെങ്കിലും നമുക്ക് എന്ത് ചമ്മന്തി ആയാലും മതി കേട്ടോ. അതിൻ്റെ കൂടെ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കി നമുക്ക് എടുത്ത് കഴിക്കാവുന്നതാണ്. ഇതിപ്പോൾ ചമ്മന്തിയോ കറികളോ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്കിത് നന്നായിട്ട് നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നതിന്. നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടും എനിക്ക് വേണം. നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകാതെ ഒന്ന് ചെയ്യുകയും കൂടി ചെയ്യണം കേട്ടോ. താങ്ക്